നമ്മളൊരു ഡയമണ്ടിന്റെ കഥ പറയാറില്ലേ? ഈ ഡയമണ്ട് നമ്മളൊരു ചന്തയിൽ സാധാ കല്ലുകൾ വെക്കുന്ന ഒരു കടയിൽ അതിന്റെ കൂട്ടത്തിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്തായിരിക്കും? ആ കല്ലിന്റെ അതേ വാല്യൂ ആയിരിക്കും. എന്നാൽ നമ്മൾ അതിന് പകരം ഒരു ഡയമണ്ട് മാത്രം വെക്കുന്ന ഒരു ഷോപ്പ് അല്ലെങ്കിൽ ഒരു മ്യൂസിയത്തിലാണ് നമ്മൾ ഈ ഡയമണ്ട് വെക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? അതിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മളൊരു ഐഡിയ മറ്റുള്ള ആളുകളുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് ഐഡിയ ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആരുമായിട്ടാണ് ഐഡിയ ഷെയർ ചെയ്യുന്നത്, അവരുടെ മൈൻഡ് സെറ്റ് എത്രത്തോളം ബിഗ് ആണെന്നുള്ളത് എന്താണ് അവിടെ ഡിപ്പെൻഡ് ആണ്. അതായത് ഞാൻ ഈ അടുത്ത ഒരാളുമായിട്ട് 2 പേരെ കാണാൻ പോയിട്ട് ഒരാളുമായിട്ട് ഒരു ഐഡിയ ഷെയർ ചെയ്തു, ആൾ ആ ടൈമിൽ തന്നെ റിജക്ട് ചെയ്തു. അറ്റ് ദി സെയിം ടൈമിൽ ഞാൻ എന്ത് ചെയ്തു? നെക്സ്റ്റ് ആളെ കണക്ട് ചെയ്തു, ആളോട് ഈ ഐഡിയ ഷെയർ ചെയ്തു, ആൾ എന്ത് ചെയ്തു? 2 കൈ നീട്ടിയിട്ട് സ്വീകരിച്ചു. ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് ഫസ്റ്റ് ആൾക്ക് എന്ത് ആവശ്യമില്ല, ഈ ഒരു ഐഡിയ ആവശ്യമില്ല, ആൻഡ് ഓൾസോ അവരുടെ മൈൻഡ് സെറ്റ് അത്രത്തോളം ഉള്ളൂ. രണ്ടാമത്തെ ആൾക്ക് എന്തുണ്ട്? ആ ഐഡിയ നീഡാണ്, ഭയങ്കര അത്യാവശ്യമായിട്ട് നിൽക്കുന്ന ആളാണ്, ആൻഡ് ഓൾസോ അവർക്ക് അതിന്റെ